ഹലോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് തമ്പ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലാണ് കേട്ടോ. നമ്മൾ ഏതാണ്ട് ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തി, ടിക്കറ്റൊക്കെ എടുത്തു. എനിക്ക് തോന്നുന്നു ഞങ്ങളായിരുന്നു ഫസ്റ്റ് എത്തിയിരുന്നത്. അപ്പോൾ എന്താ ഈ കിടക്കുന്ന ബസ് ഉണ്ടല്ലേ, അപ്പം ഇതിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. അതും ആ ഒരു ബസ്സിൽ ആൾ ഫില്ലായെങ്കിൽ മാത്രമേ അവരത് എടുക്കത്തുള്ളൂ. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഇവിടുത്തെ ക്ലൈമറ്റാണ് കേട്ടോ. എൻ്റെ പൊന്നോ, ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷേ അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. അവിടെ പോയിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്ന അവസാനം അമ്പത്തേക്ക് മുഷിച്ചിൽ തുടങ്ങിയോണ്ട് അച്ഛൻ അവനെയും കൊണ്ടൊന്ന് പുറത്തിറങ്ങിയതാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാവരും എത്തി. നമ്മുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നാഷണൽ പാർക്കിലോട്ട് പോവുകയാണ്. അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്നുണ്ടെങ്കിലും ആ 2 സൈഡിലും ആ തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ എന്തെന്നാ പറയുക, ഇങ്ങനെ സ്ലോപ്പ് പോലെ ഇങ്ങനെ കിടക്കുവാണ്. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. കണ്ടില്ലേ, മറ്റേ സ്റ്റെപ്പായിട്ട് ആ ഒരു രീതിയിൽ അടിപൊളിയായിരുന്നു കാണാനും. അതും അതേപോലെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഇങ്ങനെ ക്ലൈമറ്റ് ഇങ്ങനെ നിൽക്കുന്നെങ്കിലും അടിപൊളി തണുപ്പായിരുന്നു. അങ്ങനെ നമ്മൾ നാഷണൽ പാർക്കിൻ്റെ എൻഡിങ്ങിൽ എത്തി. ഇത് ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ, അതായത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ നമ്മളെ അവർ ബസ്സിൽ കൊണ്ടുവിട്ടിട്ട് ബാക്കി സ്ഥലത്തോട്ട് നമ്മൾ നടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇത് ഈ കാണുന്നത് അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ വായിക്കാൻ നമുക്ക് ലൈബ്രറിയാണ്. അപ്പം ഇതിൻ്റെ ഈ ഒരു ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ എൻട്രി പാസ് കൊടുത്ത് കയറി. ഇങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. നമുക്കിങ്ങനെ നടന്ന് കാണാം. അപ്പോഴും അവരവിടെ പറയുന്നുണ്ട് ചിലപ്പം സൈഡിലായിട്ടൊക്കെ വരയനാടുകൾ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഞങ്ങളിങ്ങനെ അതിനെ നോക്കി നടക്കുമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിൽ ഇത്രയും മനോഹരമായ ഒരു എന്നുവെച്ചാൽ ഇങ്ങനൊരു അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനൊരു ക്ലൈമറ്റിൽ ഈ സ്ഥലം ഇത്ര ഭംഗിയായിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എൻ്റെ ലൈഫിലെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് കാണുന്നതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്നു പോവും. അങ്ങനത്തെ ഒരു ക്ലൈമറ്റും കൂടെ ആയിരുന്നു. അതും ആ കാഴ്ചകളെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമുക്കിങ്ങനെ കണ്ട് നോക്കി നിൽക്കാൻ തോന്നുമായിരുന്നു. അപ്പോൾ കുറേയൊക്കെ ഞാൻ എൻ്റെ ഫോണിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ കുറേ പേര് പറയുന്നത് കേട്ട് ഈ പോകുന്ന വഴിയിൽ കുറച്ച് ഫ്രണ്ടിലായിട്ട് വരയനാടുണ്ട്, ചിലപ്പോൾ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറകെ പിടിച്ച് പോവുകയാണ്. അങ്ങനെ എന്തായാലും നമ്മളിങ്ങനെ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. വരയനാടിനെ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് വരയനാടിനെ കാണാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിന്നായം പോലെ കാണാൻ പറ്റി. പക്ഷെ നമ്മുടെ അടുത്തായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടിൻ്റെ മീറ്റിംഗ് ടൈം അല്ലെങ്കിൽ ആ ഒരു ഡെലിവറി ടൈമാണ്. അപ്പം ഞങ്ങൾ ചെന്ന് കഴിഞ്ഞതിന് ഒരു 1 മന്ത് കഴിഞ്ഞാൽ അവർ അവിടെ ക്ലോസ് ചെയ്യുകയാണ്. പാർക്ക് ക്ലോസ് ചെയ്തിട്ട് വരയനാടിൻ്റെ ആ ഒരു ഡെലിവറി ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവരത് വീണ്ടും റീഓപ്പൺ ചെയ്താണ്ടേ. ഞങ്ങൾക്ക് എന്തായാലും ഭാഗ്യത്തിന് കാണാൻ പറ്റി. പിന്നെന്താ, നമുക്ക് സത്യം പറഞ്ഞാൽ അവിടെ കാണാൻ അതേ ഉള്ളു. ഇങ്ങനെ നടന്ന് കാണാം. പിന്നെ നമുക്ക് മെയിനായിട്ട് ഈ പ്രകൃതി ഇങ്ങനെ ആസ്വദിക്കാം. ആ ഒരു കാറ്റ് കൊണ്ടും ആ ഒരു ഹിൽസൊക്കെ കണ്ട് നമുക്കിങ്ങനെ പ്രകൃതി ആസ്വദിച്ച് പോവാം. സംഭവം ഇത്രയേ ഉള്ളൂ. പക്ഷേ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം കണ്ട് തിരിച്ച് നമ്മൾ യാത്ര തുടരുകയാണ്. നമുക്ക് ഒരു 2-3-4 hours അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ എനിക്ക് മൂന്നാർ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് മസ്റ്റ് ട്രൈ ഒരു സാധനമാണ്. റിപ്പിൾ ടീസിൻ്റെ ചായ് ബസാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട്. ഒരു ഷോപ്പൊന്നുമില്ല കേട്ടോ, കുറേ ഷോപ്സ് ഉണ്ട് ചായ് ബസാറിൻ്റെ, റിപ്പിൾസിൻ്റെ. പക്ഷേ അവിടെ എവിടെ ചെന്നാലും മസ്റ്റ് ട്രൈ ഒരു സാധനമുണ്ട്. ഇത് അച്ഛൻ പണ്ടും ഞങ്ങൾക്ക് മേടിച്ചുകൊണ്ട് വരുന്നൊരു സാധനമാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ മൂന്നാർ പോകുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത് വാങ്ങണം എന്നുള്ള ആ ഒരു മൈൻഡോട് കൂടിയിട്ടാണ് പോയത്. പല ടൈപ്പ് ഓഫ് തേയില ഐറ്റംസ് ഉണ്ടെങ്കിലും എൻ്റെ കണ്ണ് പോയത് അവിടെ ഒരു ജാമുണ്ട്, സ്ട്രോബെറിയുടെ ഒരു ജാമുണ്ട്. സ്ട്രോബെറിയുടെ ജാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ
സ്ട്രോബെറി ജാമല്ല, ഇത് ആ സ്ട്രോബെറി ഒറിജിനൽ സ്ട്രോബെറി തന്നെ ഡ്രൈ ആക്കി എടുക്കും. അതായത് ഉണക്കി എടുത്തിട്ട് അതിൻ്റെ ഒരു സൊല്യൂഷനിലിട്ട് എനിക്കൊന്ന് ഈ പാനി, ഈ പഞ്ചസാര പാനി പോലൊരു സംഭവം അതിനകത്ത് ഇട്ട് തരുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ജാമാണ്, സൂപ്പർ ടേസ്റ്റാണ്. ദാണ്ടെ ഇതാണ് ആ ഐറ്റം. വലിയ വിലയൊന്നും വരുന്നില്ല, 200 രൂപയെങ്ങാണ്ടേ വരുന്നുള്ളൂ 500 ഗ്രാമിന്. പക്ഷേ മസ്റ്റ് ട്രൈ, അടിപൊളി ഒരു സാധനമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, കാരണം നമുക്ക് റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാൻ അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മേടിച്ചിരുന്നത് ചോക്ലേറ്റ്സ് ഐറ്റംസ് ആയിരുന്നു, അതും അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലായിടും ഒന്ന് കറങ്ങിക്കണ്ട് കുറച്ച് ചോക്ലേറ്റ്സും ഒക്കെ മേടിച്ച്. അമ്പൂറ്റിയാണെങ്കിൽ ചോക്ലേറ്റ് കണ്ടപ്പോഴത്തേക്ക് അവൻ എന്ത് വാങ്ങണം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അവനെല്ലാം കിട്ടിയാൽ അത്രയും നല്ലതെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ നമ്മൾ കുറേ കറങ്ങി എല്ലാം കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ ദാണ്ടെ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ നമ്മളെടുത്ത്, അതായത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് സ്വീറ്റ്സൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിലിരുന്ന് കഴിക്കാനും മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഇത്. ജസ്റ്റ് ക്രിസ്പി ചോക്ലേറ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അതങ്ങനെ തിരിച്ച് മൂന്നാറിനോട് ബൈ പറഞ്ഞ് നമ്മൾ യാത്ര തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എനിക്ക് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.